അപ്പോൾ നവരാത്രി സ്റ്റോറീസ് 9 ദിവസം 9 സ്റ്റോറീസ്. സോ ഇന്ന് ഡേ 1 ആണ്. സോ നമുക്ക് നാളത്തെ കഥയിലോട്ട് നമുക്ക് ചെല്ലാം. അപ്പോൾ നവരാത്രിയുടെ 1-ാം ദിവസമായി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ശൈലപുത്രിയുടെ കഥയാണ്. ആരാണ് ശൈലപുത്രി? നമുക്ക് ആ കഥയിലോട്ട് പോകാം. നമുക്ക് ആ പേരിൽ തന്നെ തുടങ്ങാം. ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ മകളാണ് ശൈലപുത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ശൈലപുത്രിയുടെ കഥ നോക്കുമ്പോൾ ശൈലപുത്രിക്ക് മുമ്പൊരു കുറച്ച് ചെറിയൊരു കഥ പറഞ്ഞിട്ട് ആ ശൈലപുത്രിയിലോട്ട് വരാം. വർഷങ്ങൾക്ക് മുന്നേ ദക്ഷൻ്റെ മകളും അതുപോലെ തന്നെ മഹാദേവൻ്റെ പത്നിയുമായ സതീദേവിയുടെ പുനർജന്മമാണ് നമ്മുടെ ശൈലപുത്രി എന്ന് പറയുന്നത്. അതായത് സതീദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ദക്ഷൻ നടത്തിയ യാഗത്തിൽ മഹാദേവനെ ക്ഷണിക്കാതെയും അതുപോലെ തന്നെ അതിൽ ഭയങ്കര അപമാനിതയായ സതീദേവി തീയിൽ ചാടി സ്വയം മരണം സ്വീകരിക്കുകയും പുനർജന്മത്തിനായി മഹാദേവൻ കാത്തിരിക്കുകയും അങ്ങനെ സതീദേവിയുടെ പുനർജന്മമായിട്ടാണ് ശൈലപുത്രി അഥവാ പാർവതി ദേവി അവതരിക്കുന്നത്. അങ്ങനെ സതീദേവി പുനർജനിക്കുകയും ആ പുനർജനിച്ച കുട്ടിക്ക് പാർവതി ദേവി എന്ന പേരുമാണ് നമ്മുടെ ഹിമവാൻ പാർവതി രചന ഹിമവാൻ ദേവിക്ക് നൽകിയത്. ആ ദേവിയുടെ കുട്ടിക്കാലത്തെയാണ് നമ്മൾ ശൈലപുത്രിയായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ശൈലപുത്രി ദേവി നോക്കുകയാണെങ്കിൽ ഒരു കയ്യിൽ തൃശ്ശൂലും മറു കയ്യിൽ താമരപ്പൂവും വെച്ച് ചുവന്ന സാരി കൊടുത്ത് ഒരു കാളയുടെ പുറത്ത്, വെറും കാളയല്ല, നല്ല ശക്തിശാലിയായ ഒരു കാളയുടെ പുറത്ത് നിൽക്കുന്നൊരു രൂപമാണ് ശൈലപുത്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ചിത്രം ഉദ്ദേശിക്കുന്നത്? അതായത് എന്തു തന്നെ മോശപ്പെട്ട അവസ്ഥ ഏത് സാഹചര്യത്തിലുണ്ടായാലും വീണ്ടും അതൊന്ന് ഉയർന്നിരുന്നേക്കുള്ള ശക്തി, അതാണ് ശൈലപുത്രിയിലൂടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശൈലപുത്രിയുടെ ഒരു കയ്യിൽ തൃശ്ശൂലവും മറു കയ്യിൽ താമരയുമാണ് ശക്തിയും സമാധാനവും. അപ്പോൾ ശക്തിയും സമാധാനം അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നവരാത്രിയുടെ 1-ാം ദിവസമായി ഇന്ന് ശൈലപുത്രിയിലൂടെ പറയാനുള്ളത്. അപ്പോൾ നവരാത്രി 1-ാം ദിവസമായി ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശൈലപുത്രി, അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഭൂമി കുലുങ്ങിയാലും പർവ്വതത്തെ പോലെ നിൽക്കണം എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു കഥ പറയുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നാളെ 2-ാം ദിവസമാണ്. ബ്രഹ്മചാരിണി ദേവിയുടെ കഥകളുമായിട്ട് നമുക്ക് നാളെ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.